വിന്നേഴ്സ് കോർണറിലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കേരള PSC നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ചോദ്യവിഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ ക്ലാസ്സാണ് ഇത്. ഇതിൻ്റെ തൊട്ട് മുൻപുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം കുറച്ച് ഫ്രേസൽ വെർബ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ ഡാഷ് ദ ലൈറ്റ് ആൻഡ് വെൻറ്റ് ടു ബെഡ്. നമ്മുടെ ഓപ്ഷൻസിൽ പുട്ട് ഔട്ട് ഉണ്ട്, പുട്ട് ഓഫ് ഉണ്ട്, പുട്ട് ഡൗൺ, നൺ ഓഫ് ദിസ്. ഇതിലിപ്പം ലൈറ്റ് ഓഫ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം നമ്മളുടെ ഫ്രേസൽ വെർബ്സിൽ എക്സ്റ്റിംഗ്വിഷ് എന്നുള്ള അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഇതിൽ പുട്ട് ഔട്ടാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ഇനി നമുക്ക് ഇതുപോലെ വരുന്ന വേറെ കുറച്ച് ഫ്രേസൽ വെർബ്സിനെ കൂടെ നോക്കാം. പുട്ട് ഓഫ് എന്ന് കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക എന്നുള്ള അർത്ഥമാണ്. പുട്ട് ഡൗൺ, അടിച്ചമർത്തുക. പുട്ട് അപ്പ് എന്ന് പറയുമ്പം സബ്മിറ്റ്, തുറക്കുക, സമർപ്പിക്കുക, അങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം പുട്ടപ്പിനുണ്ട്. ദെൻ പുട്ട് ഓൺ, ധരിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്. ഓക്കെ, അടുത്തതും ഒരു ഫ്രേസൽ വെർബ്സ് വരുന്ന ചോദ്യം തന്നെ നോക്കാം. The chief minister dash the prizes to the winners. ഓപ്ഷൻസിൽ gave up, gave in, gave away, none of this. വിതരണം ചെയ്യുക എന്നുള്ള മീനിങ് ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പം gave away എന്നുള്ള ആൻസറാണ് വരിക. ഓപ്ഷൻ സി. ഇതുപോലെ തന്നെ ഗീവ് അപ്പ്, ഗീവ് ഇൻ എന്നൊക്കെ വരുമ്പം ഗീവ് അപ്പ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ്. ഗീവ് ഇൻ, സറണ്ടർ, കീഴടങ്ങുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹിറ്റ്ലർ ഡാഷ് ദ ജ്യൂസ് ആസ് എ ഹോൾ. ഓപ്ഷൻസ് മേക്ക് ഔട്ട്, മെയ്ഡ് എവേ വിത്ത്, മെയ്ഡ് ഓവർ, മെയ്ഡ് ഔട്ട്. ഇവിടെ വധിക്കുക എന്നുള്ള മീനിങ് ആണ് വേണ്ടത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മെയ്ഡ് എവേ വിത്ത്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള മീനിങ് ആണ്. മേക്കപ്പ് എന്ന് പറയുമ്പം ടു ഫാബ്രിക്കേറ്റ് അല്ലെങ്കിൽ മെനയുക, ഉണ്ടാക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. മേക്ക് ഫോർ മീൻസ് ടു കോൺട്രിബ്യൂട്ട്. മേക്കപ്പ് ഫോർ, കോമ്പൻസേറ്റ് എന്നുള്ള മീനിങ് ആണ്, പരിഹാരം കണ്ടെത്തുക. മേക്ക് ഓവർ മീൻസ് ട്രാൻസ്ഫർ, കൈമാറുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹീ ഹിറ്റ്സ് ദ സാക്ക് ലേറ്റ് ഇൻ ദ നൈറ്റ്. ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഹിറ്റ് ദ സാക്ക് എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് എന്താണ് വരിക എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കീപ്സ് എവേക്ക്, ഗോസ് ടു ബെഡ്, വർക്ക്സ്, നൺ ഓഫ് ദിസ്. ഹിറ്റ് ദ സാക്ക് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം മീൻസ് ഗോ ടു ബെഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചേരുന്ന ആൻസർ ഓപ്ഷൻ ബി, ഗോസ് ടു ബെഡ്. അടുത്ത ചോദ്യം, burn the candle at both ends means options to waste, to save, to worsen, to lighten. burn the candle at both ends എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ഇവിടെ പാഴായ പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതായത് വേസ്റ്റ് വൺസ് എനർജി. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ടു വേസ്റ്റ്. ഇതുപോലെ തന്നെ വരുന്ന വേറൊരു പ്രയോഗമാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ചാൽ
നമ്മളുടെ കപ്പാസിറ്റി, നമ്മളുടെ കഴിവിനുപരി പ്രവർത്തിക്കുക. ടു വർക്ക് ബിയോണ്ട് വൺസ് കപ്പാസിറ്റി. അടുത്ത ചോദ്യം, ആപ്പിൾ പൈ ഓർഡർ മീൻസ് നമ്മുടെ ഓപ്ഷൻസ് കംപ്ലീറ്റ് ഡിസോർഡർ, സിസ്റ്റമാറ്റിക്, ഇൻ പെർഫെക്റ്റ് ഓർഡർ, ഇൻ ചൗസ്. ആപ്പിൾ പൈ ഓർഡർ എന്നുള്ളത് ഒരു പ്രയോഗമാണ്. അതിൻ്റെ യഥാർത്ഥ മീനിങ് ക്രമമായി എന്ന അർത്ഥമാണ്, ക്രമത്തിൽ ചിട്ടപ്പെടുത്തിയത്. അപ്പം ഇവിടെ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻ പെർഫെക്റ്റ് ഓർഡർ. അടുത്ത ചോദ്യം, എയ്ക്ക്ലെസ് ഹീൽ മീൻസ് ബിഗ് ഹീൽ, സ്ട്രോങ് സ്ട്രേറ്റ്, weak point, none of this. ദൗർബല്യം എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, വീക്ക് പോയിന്റ്. ചോദ്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.